അലാസ്ക ക്രൂസിൻ്റെ ഒരു ചെറിയ വിവരണം. 2025 ജൂൺ മാസം 25 ന്യൂയോർക്കിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ചില സ്റ്റേറ്റുകളിലും നിന്നും ചിലർ ചേർന്ന് ഏകദേശം 50 പേര് അലാസ്ക ക്രൂസിനായിട്ട് യാത്ര പുറപ്പെട്ടു. വിമാനത്തിൽ കൂടെയും അതുപോലെ തന്നെ ട്രെയിനിൽ കൂടെയും മറ്റു പല വിധങ്ങൾ കൂടെയും ഇവരെല്ലാവരും അവിടെ സിയാറ്റിൽ എന്ന് പറയുന്നതായ എയർപോർട്ടിൽ മീറ്റ് ചെയ്യുകയും അവിടെ നിന്നും ഷട്ടിൽ ബസ് വഴിയായിട്ട് ഈ കപ്പൽ തുറമുഖത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന ഉടൻ തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. വലിയ ഭീമാകരമായ ഒരു കപ്പൽ, നോർവീജിയൻ്റെ എൻകോർ എന്ന് പറയുന്നതായ കപ്പലാണ്. ഏകദേശം 20 നിലകളുള്ളതായ കപ്പൽ. ഏകദേശം 5000 പേരെ ഉൾക്കൊള്ളിച്ചവർക്കുള്ള താമസ സൗകര്യവും ഫുഡ് ക്രമീകരണങ്ങൾ, ജിമ്മ്, ഇന്ന് വേണ്ട മീറ്റിംഗ് പ്ലേസ് ഒക്കെ ഉള്ളതായ ഒരു ഷിപ്പാണ്. എന്തുകൊണ്ടാണ് ഈ അലാസ്ക, എവിടെയാണ് അലാസ്ക എന്നുള്ളതായ ചോദ്യമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇതാണ് അലാസ്കയുടെ മാപ്പ് എന്ന് പറയുന്നത്. അത് കാനഡയുടെ മുകൾ ഭാഗത്താണ് കാണുന്നത്. ഇതാണ് കാനഡയുടെ ബോർഡർ എന്ന് പറയുന്നത്. ഈ അലാസ്ക എന്ന് പറയുന്നത് ചില വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ 1867 റഷ്യയുടെ കൈവശം ആയിരുന്നതായ ഇത് 7.2 മില്യണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വാങ്ങിച്ചു. 1959 അലാസ്ക ബിക്കെയിം ദി 49th സ്റ്റേറ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു ഭാഗമാണ്. കാനഡയ്ക്കപ്പുറത്താണ്, പസഫിക് സമുദ്രത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അലാസ്കയുടെ എല്ലാ ഭാഗങ്ങളിലും ക്രൂസുമായിട്ട് പോകുന്നില്ല. എന്നാൽ ഉൾക്കടലിലുള്ളതായ ഈ മനോഹരമായ സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നത് എന്ന് ഓർത്തിരിക്കണം. അവിടെ വളരെ മനോഹരമായ ഐസ് മൂടിക്കിടക്കുന്നതായ പ്രകൃതി സൗന്ദര്യമുള്ളതായ വലിയ മലനിരകളാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഉൾക്കടലുകൾ ഉള്ളത്. അതിൽ കൂടെയാണ് ഈ ഷിപ്പൊക്കെ പോവുകയും അവിടെയുള്ളതായ പ്രകൃതി സൗന്ദര്യങ്ങൾ ഒക്കെ കാണുവാനും സാധിക്കുന്നത്. ഇവിടെ കപ്പലിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് സാധനങ്ങളിലൊക്കെ എല്ലാവരും അവരവരുടെ റൂമുകളിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഈ ഷിപ്പിൻ്റെ ഡെക്കിൽ 16ാമത്തെ നിലയിലുള്ളതായ ഡെക്കിലേക്ക് കടന്നു ചെന്നു. സിയാറ്റിൽ പട്ടണത്തിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആസ്വദിക്കുന്നതായ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ നിന്ന് പല പിക്ചേഴ്സൊക്കെ എടുക്കുകയും സിറ്റിയുടെ പല ഭാഗങ്ങളിലുള്ളതായ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ എടുക്കുന്നതിനുള്ളതായ നല്ല സൗകര്യമുണ്ട്. ഈ സിയാറ്റിൽ എന്ന് പറയുന്നത് വളരെ സ്ഥലങ്ങൾ കടലിൻ്റെ ഇറങ്ങിക്കിടക്കുന്ന സ്ഥലം ആണ്. പണ്ട് മുതൽ തന്നെ വളരെ വാണിജ്യ കേന്ദ്രമാണ്. പല കമ്പനികളും അവിടെ സ്ഥാപിച്ചു. ഇത് വളരെ ഹൈറൈസ് ബിൽഡിംഗ് ആണ് അവിടെ ഉള്ളത്. അവിടെ തിരിച്ചു വന്നപ്പോൾ അതിൽ ഞങ്ങൾ കയറി വീണ്ടും ഈ സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ കാണുകയുണ്ടായി. അങ്ങനെ വളരെ മനോഹരമായ ഒരു സിറ്റിയാണ് ഈ സിയാറ്റിൽ എന്ന് പറയുന്നത്. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ഈ ആഹാരം കഴിക്കുവാൻ വേണ്ടി 16ാമത്തെ നിലയിൽ തന്നെ ഒരു ഗാർഡൻ കഫേ ഉണ്ട്. അവിടെ ഏതെല്ലാ തരത്തിലുള്ളതായ ഫുഡും തയ്യാറായിട്ട് എല്ലായ്പ്പോഴും ഉണ്ട്. ടേസ്റ്റ് ഓഫ് ഇന്ത്യ മുതൽ ചൈനക്കാരുടെയും അമേരിക്കക്കാരുടെയും ജപ്പാൻകാരുടെയും കൊറിയക്കാരുടെയും ഒക്കെ ഫുഡുകൾ അവിടെയുണ്ട്. അതൊക്കെ കുറേയൊക്കെ എടുത്തുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ നമ്മളുടെ ഗ്രൂപ്പായിട്ട് ഇരുന്നു കൊണ്ട് ഫുഡൊക്കെ ഇരുന്ന് ആസ്വദിക്കുകയാണ്. ഇവിടെയുള്ളതായ ഏത് തരത്തിലുള്ളതായ ഫുഡും ഏത് സമയത്തും പോയി എത്ര വേണമെങ്കിലും എടുക്കുന്നതിനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. ആരും വിലക്കുകയില്ല, ആരും എത്ര വേണമെന്ന് ചോദിക്കുകയില്ല, എന്തുകൊണ്ടാണ് എടുക്കുന്നത് എന്ന് ചോദിക്കുകയില്ല. കുടിക്കുന്നതിനുള്ളതായ സോഡാകളും വെള്ളവും എല്ലാം തന്നെ അവിടെയുണ്ട്. അങ്ങനെ വളരെ ഭക്ഷണം ഒക്കെ ഏത് സമയത്തും ഉള്ളത് കൊണ്ട് ഒന്നിച്ച് ഇരിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെയുള്ളതായ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം 7 ദിവസങ്ങൾ അവിടെയുള്ളതായ സമയങ്ങൾ ഒക്കെ വളരെ മനോഹരമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ മറ്റ് ചിലരൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുവാനായിട്ട് പോകുന്നു. അതുപോലെ തന്നെ ഷിപ്പിൽ തന്നെ പല വിധമായ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ പ്രകാരം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മളുടെ ഈ യാത്രയിൽ കേവലം 26 മിനിറ്റ്സ് മാത്രമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളതായ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നതിനുള്ളതായ സമയം ഇല്ല എന്നുള്ളത് കൊണ്ട് ചുരുക്കമായിട്ടുള്ളതായ കാര്യങ്ങളും ചുരുക്കമായിട്ടുള്ള പിക്ചേഴ്സും മാത്രമേ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുള്ളൂ എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്.
ഞങ്ങൾ വിസിറ്റ് ചെയ്തതായ സ്ഥലങ്ങളെന്ന് പറയുന്നത് സിയാറ്റിൽ നിന്നും പുറപ്പെട്ട് ജൂണോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. അതിനുശേഷമായിട്ട് സ്കാഗ്വേ സ്ഥലത്തേക്ക് കടന്നുപോയി. അതിനുശേഷമായിട്ട് കെച്ചിക്കാൻ അലാസ്കയിലേക്ക് കടന്നുപോയി. എന്നിട്ട് പിന്നെ ബ്രിട്ടീഷ് കൊളംബിയ, അതിനുശേഷമായിട്ട് വീണ്ടും തിരിച്ച് സിയാറ്റിലേക്ക് കടന്നു വരുന്നതായ ഒരു യാത്രയായിരുന്നു. കൂടുതൽ സമയവും സീയിൽ തന്നെ ആയിരുന്നു, വെള്ളത്തിൽ കൂടെ. ചില സമയങ്ങളിലൊക്കെ ഓളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയങ്ങളൊക്കെ അങ്ങനെ, എന്നാൽ വളരെ പ്രകൃതിക്ഷോഭങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. വളരെ കംഫർട്ടബിളായിട്ടുള്ളതായ യാത്ര ആയിരുന്നു. ഫുഡ് എന്ന് പറയുന്നത് വളരെ എൻജോയ് ചെയ്യുന്നതായ ഒരു കാര്യമാണ്. എല്ലാവരും ഏത് സമയത്തും ഏത് ഫുഡ് വേണമെങ്കിലും വാങ്ങിക്കൊണ്ട് ഒന്നിച്ചിരിക്കുന്നതിന് കഴിക്കുന്നതിനുള്ളതായ സൗകര്യമാണ്. അതുപോലെ തന്നെ ഈ സമയം വേർതിരിച്ച് ഇങ്ങനെ ഒരു ഷിപ്പിൽ ഉൾക്കടലിലേക്കൊക്കെ പോകുമ്പോൾ മറ്റ് ലോകകാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ട് അല്പം ഒരു റിട്രീറ്റ് എന്ന നിലയിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നതിന് ലോകകാര്യങ്ങളും ഫോണും ടി വിയും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കൂട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിക്കുന്നതിനും ഒക്കെ ഉള്ളതായ സന്ദർഭമാണ് ഈ ക്രൂസ് യാത്ര എന്ന് പറയുന്നത്. പലർക്കും കടലിൽ കൂടെ പോകുന്നത് പേടിയാണ്. എന്നാൽ അതിനെക്കുറിച്ച് പേടിക്കേണ്ടതായ കാര്യമൊന്നുമില്ല. വളരെ വളരെ എഫിഷ്യൻ്റായിട്ടുള്ളതായ ഷിപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. ക്യാമറയൊക്കെ വെച്ചിട്ട് വെള്ളത്തിനടിയിലുള്ളതായ കാര്യങ്ങളും മുമ്പിലോ പുറകിലുള്ളതായ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് അവൾ വളരെ സൂക്ഷ്മതയോടെയാണ് പോകുന്നത്. കപ്പിത്താൻ ഇരിക്കുന്നതായ സ്ഥലത്തിൻ്റെ തൊട്ട് താഴെയായിരുന്നു ഞങ്ങളുടെ റൂം. തൊട്ട് ഫ്രണ്ടിലുള്ളതായ ഒരു റൂം ആയിരുന്നു. ആ വിൻഡോയിൽ കൂടെ മുമ്പിലോട്ട് കപ്പൽ പോകുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. അതൊക്കെ വളരെ മനോഹരങ്ങളായ ദൃശ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് അടുക്കുമ്പോൾ അതെങ്ങനെയാണ് അവിടെ പിടിച്ച് കെട്ടുന്നത്, എങ്ങനെയാണ് തീരത്തോട്ട് അടുക്കുന്നത്, എങ്ങനെയാണ് ആ തീരത്ത് നിന്നും പോകുന്നത് എന്നുള്ളതായ കാഴ്ചകളൊക്കെ നമ്മൾക്ക് നേരിൽ കുറച്ചുകൂടെ കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഇന്ത്യൻ ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റെസ്റ്റോറൻ്റാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിന്ന് ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതായ ഫുഡ് ആയിരുന്നു. ഇത് മറ്റൊരു റെസ്റ്റോറൻ്റാണ്, അമേരിക്കൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയും. അവിടെ മറ്റു തരത്തിലുള്ളതായ ഹാംബർഗർ മുതലായതായ ഫുഡുകളാണ്. ഇത് കപ്പലിൽ നിന്നും വെളിയിൽ ഇറങ്ങിയിട്ട് മലയുടെ ചരിവുകളിൽ എടുത്തതായ ഒരു ഫോട്ടോയാണ്. അതുപോലെ തന്നെ മറ്റ് 10,000 പേര് വരുമ്പോൾ ഗാംബ്ലിങ്ങിനുള്ളതായ സ്ഥലങ്ങൾ ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതിന് താല്പര്യമുള്ളവർ അവിടെയും പോയി ആ കാര്യത്തിലും എൻജോയ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫാക്റ്റാണ്. എന്നാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാരും അതിനുള്ളതായ സമയങ്ങളൊന്നും തന്നെ ചിലവാക്കിയില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ജിം ആണ്. എല്ലാ തരത്തിലുള്ളതായ മെഷീൻസും കടൽ വ്യൂവിനോട് വാട്ടറിനോട് ഫേസ് ചെയ്ത് ഇങ്ങനെയുണ്ട്. ഏത് സമയത്തും കഴിച്ചതിന് ശേഷമോ അതിന് മുമ്പോ രാവിലെയോ വൈകിട്ടോ ഈ ജിമ്മിലേക്ക് കടന്നു പോയിട്ട് എക്സസൈസ് ചെയ്യേണ്ടവർക്ക് ചെയ്യുന്നുള്ളതായ സാഹചര്യങ്ങളുണ്ട്. ട്രെഡ്മില്ല്, അതുപോലെ തന്നെ സൈക്കിള്, വെയ്റ്റ് ലിഫ്റ്റിങ് മുതലായ എല്ലാ മെഷീൻസും അവിടെ ഉള്ളത് കൊണ്ട് ഇത്രയും ഫുഡൊക്കെ കഴിച്ചാലും അതൊക്കെ ദഹിക്കത്തക്കവണ്ണം നമ്മൾ എക്സസൈസ് ചെയ്ത് ജിമ്മിൽ ഇത് ചെയ്യുമ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ മാനേജ് ചെയ്യുവാനും ഹെൽത്ത് മാനേജ് ചെയ്യുവാനും ഇടയായിത്തീരും. പിന്നീട് അടുത്തത് നമുക്ക് കാണുന്നത് ഏട്രിയംസ് ആണ്. ഏട്രിയംസ് എന്ന് പറയുമ്പോൾ മീറ്റിംഗ് പ്ലേസുകളാണ്. ഷിപ്പിൻ്റെ സെൻട്രൽ പ്ലേസുകളിലായിട്ട് 5, 6, 7 എന്നീ നിലകളിൽ പ്രത്യേകം ഷോകളും മിക്കവാറും എല്ലാ സമയത്തും ഉണ്ട്. ഇതുപോലെയുള്ളതായ ഷോകളൊക്കെ നടക്കുമ്പോൾ പബ്ലിക്കിന് അവിടെയൊക്കെ ചെന്നിരിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ വിഷയം വിടട്ടെ. ഇതിപ്പോൾ കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ മലഞ്ചരിവുകളിലൊക്കെ ഇതുപോലെയുള്ളതായ മൃഗങ്ങളും കരടികളൊക്കെ സാൽമനെയൊക്കെ പിടിക്കുന്നതും ഒക്കെ ഉള്ളതായ കാഴ്ചകളൊക്കെ കാണാറുണ്ട്. അങ്ങനെ ബൈനോക്കുലാർ ഉപയോഗിച്ച് ദൂരെയുള്ളതായ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വെയിൽ വാച്ചിങ് മുതലായ കാര്യങ്ങളൊക്കെ ഈ ഡെക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് സൂക്ഷിച്ച് കാണാവുന്നതാണ്. കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ദ്വീപുകൾ അവിടെ ഇവിടങ്ങളിലായിട്ട് കാണാം. വളരെ മനോഹരമായ ദ്വീപുകളാണ് ഇത്. അലാസ്കയിലുള്ളതായ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ളതായ ദ്വീപുകളും മലകളും ഉൾക്കടലുകളും വളരെ വെള്ളം ധാരാളമായിട്ടുള്ള വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. തണുപ്പ് ഞങ്ങൾ പോയതായ സമയം ജൂൺ സമയത്ത് തണുപ്പ് മാറുന്ന സമയമായിരുന്നു. എന്നെങ്കിൽ തന്നെയും നല്ല മഴയും തണുപ്പും ഒക്കെ ഉള്ളതായ സ്ഥലമായിരുന്നു. അവിടെയൊക്കെ
ഇറങ്ങിയിട്ട് ചില സമയങ്ങളൊക്കെ വെളിയിൽ ചെലവഴിക്കുവാനും അവിടെയുള്ളതായ എക്സ്കർഷൻസ് ൊക്കെ പങ്കെടുക്കുവാനും ഇടയായി തീർന്നു. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് മുമ്പിൽ കൂടെ കാണുന്നതായ വ്യൂ ആണ്. മുമ്പിലോട്ട് ഷിപ്പ് പോകുമ്പോൾ ഇങ്ങനെ മുമ്പിലോട്ട് പോകുന്നതും അതിൻ്റെ ദിശകളൊക്കെ ഞങ്ങളുടെ റൂമിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. അത് നല്ല സൗകര്യമുള്ളതായ ഒരു കാര്യം ആയിരുന്നു. പിന്നീട് ഇത് ജിമ്മിൻ്റെ മറ്റൊരു വ്യൂ ആണ്. ഇത് മറ്റൊരു ഷിപ്പ് അവിടെ വന്ന് കിടക്കുകയാണ്. ഇതുപോലെയുള്ളതായ പല ക്രൂസ് ഷിപ്പുകൾ ഒക്കെ ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഈ ഗ്ലേഷ്യർ മൗണ്ടൻസ് ഉണ്ട്, മഞ്ഞ് മൂടിക്കിടക്കുന്നതായ മലകൾ അവിടെ അടുത്ത് തന്നെ ഇങ്ങനെ നീളത്തിൽ മൈലുകൾ കണക്കിന് ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ തന്നെ എക്സ്കർഷനായിട്ട് പോകുമ്പോൾ ഈ ട്രെയിൻ മുഖേന ഇതിൻ്റെ മുകളിലേക്ക് ചുറ്റി 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 പോകുന്നതായ യാത്രയൊക്കെ വളരെ മനോഹരമാണ്. വളരെ അമ്പരചുംബികളായ വൃക്ഷങ്ങളാണ് അവിടെയുള്ളത്. പൈൻ വൃക്ഷങ്ങളൊക്കെ വളരെ ഉയരം കൂടിയതായ വൃക്ഷങ്ങളാണ് അവിടെ ഉള്ളത്. ഈ മലകളെന്ന് പറയുമ്പോൾ വളരെ മലകൾ നിറഞ്ഞതായ സ്ഥലമായതുകൊണ്ട് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുവാനായിട്ട് പ്രയാസമാണ്. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഗോൾഡ് ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ ഗോൾഡ് തിരക്കി അത് എടുക്കുവാൻ വേണ്ടി മലകളൊക്കെ വെട്ടി തുരന്ന് എടുക്കുന്നതിനുള്ളതായ സാഹചര്യം ഒക്കെ ഉള്ളതായ സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ആ എഫേർട്ടിന് തക്ക വർത്ത് അല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യുവാനായിട്ട് സാധിച്ചത്. മുമ്പ് കണ്ടത് ഈ ബസ്സിൽ കൂടെയും ട്രാമിൽ കൂടെയും ഒക്കെ ഇങ്ങനെയുള്ളതായ മലകളിൽ കൂടെ യാത്ര ചെയ്യുന്നതായ കൂട്ടരെയാണ്. ഓരോ തരത്തിലുള്ളതായ ടൂൾസ് ഓരോരുത്തർ എടുത്ത് ഈ സ്ഥലങ്ങളുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി അതൊക്കെ എൻജോയ് ചെയ്യുന്നതായ കാര്യമാണ്. ഇതൊക്കെ മലയിടുക്കിൽ കൂടെ വെള്ളം ഒലിച്ച് ചാടുന്നതും വളരെ ഉയരം കൂടിയതായ സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇങ്ങനെയുള്ളതായ അലാസ്കൻ മലകളിൽ നിന്നും വെള്ളം ഒലിച്ച് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വൃക്ഷങ്ങൾ നിറഞ്ഞതായ സ്ഥലമാണ് ഈ മലയെന്ന് പറയുന്നത്. ഈ ഐസ് മൂടിയതായ സ്ഥലമാണ്, ഗ്ലേഷ്യർ മൗണ്ടൻ ആണ്. ഇത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഈ ബ്യൂട്ടിയാണ് ഇതിൻ്റെ വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ആൾക്കാരൊക്കെ പിക്ചർ എടുക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കിക്കൊണ്ട് പിക്ചേഴ്സൊക്കെ എടുക്കുന്നതായ കാഴ്ചകൾ കാണാം. പിന്നീട് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നതായ ഒരു ടൂറുണ്ട്. ഇങ്ങനെയുള്ളതായ ഹെലികോപ്റ്ററിൽ 3, 4, 5 പേർക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് യാത്ര ചെയ്തിട്ട് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കും. അതുമാത്രവുമല്ല, ഈ ഗ്ലേഷ്യർ മൗണ്ടൻ്റെ ടോപ്പിലുള്ളതായ ഐസിൽ അത് ലാൻഡ് ചെയ്തിട്ട് അവിടെ ഇറങ്ങി നിന്ന് അതൊരു പ്രത്യേകമായ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചിലരൊക്കെ പോവുകയും അവിടെയൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്തു. ചിലർക്കൊക്കെ ഹെലികോപ്റ്ററിൽ കയറുന്നതിന് ഭയമാണ്. എന്നാൽ ധൈര്യമുള്ളവർക്ക് അതുപോലെ തന്നെ അത് എക്സ്പെൻസീവുമാണ്. അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ വളരെ മനോഹരങ്ങളായിരുന്നു എന്നുള്ളതായ ചിന്തയും നമ്മുടെ ഓർമ്മക്കുറിപ്പുകളിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. പ്രൈസ് ഗാഡ്. ഇനിയും ഓരോ ഈ പറയപ്പെട്ടതായ സിറ്റികളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓരോരോ ഗ്രൂപ്പായിട്ട് പോകും. പോയിട്ട് അവിടുത്തെ പ്രകൃതി സൗന്ദര്യങ്ങൾ ഒക്കെ ആസ്വദിക്കുവാനായിട്ട് പറ്റും. അവിടെ ഉള്ളത് നമ്മുടെ ഷിപ്പിൻ്റെ മുൻഭാഗമാണ്. ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതായ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഡെക്കിൽ നിന്നുള്ളതായ വ്യൂസാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നതായ ഡെക്കിൽ 5ാമത്തെ നിലയിലാണ്. അവിടെ ചില സമയങ്ങളിൽ ഇങ്ങനെ ഈ ഉൾക്കടലിലേക്ക് അടുപ്പിച്ചിട്ടിട്ട് ഈ സ്ഥലങ്ങളൊക്കെ വളരെ ക്ലോസായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ടും അവിടെ നിന്ന് പിക്ചർ എടുക്കുവാനായിട്ടൊക്കെ ഉള്ളതായ അവസരങ്ങൾ നമ്മൾക്ക് ക്രൂസിൽ ഉണ്ട്. പിന്നീട് ഇത് ക്രൂസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ ടൂറായിട്ട് പോകുന്നതായ ബസ്സുകളും കാറുകളും ടാക്സികളും ഒക്കെയാണ്. ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി ടൂർ കഴിഞ്ഞതിന് ശേഷമായിട്ട് നിശ്ചിത സമയത്തിനുള്ളിലേക്ക് വീണ്ടും ഷിപ്പിലേക്ക് കടന്നു വരും. പോകുന്നതിന് മുമ്പായിട്ട് ഷിപ്പിൽ കടന്നു ചെന്ന് വീണ്ടും ആഹാരം അവിടെ കഴിക്കാം. ഇങ്ങനെയുള്ള ധാരാളം ബസ്സുകൾ അതുപോലെ തന്നെ
ഈ ടാക്സികൾ ഒക്കെ ഈ സ്ഥലങ്ങളിൽ എല്ലാം ഉണ്ട്. നമ്മളെ ഓരോ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കും. അവിടുത്തെ ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസുകൾ ഒക്കെ. ഇത് ഡെക്കിൽ നിന്നുള്ളതായ കാഴ്ചയാണ്. ഇത് ഉൾക്കടലാണ്. മരങ്ങൾ, അതുപോലെ തന്നെ മലകൾ, വെള്ളം ഒക്കെ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഭാഗമെന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് വന്നതിന് ശേഷമാണ് അവിടെയുള്ളതായ ഒരു മനോഹരമായ സ്ഥലമാണ്. അവിടെ എല്ലാവരും ഇറങ്ങി ആ പ്രകൃതി സൗന്ദര്യങ്ങളും ലേക്കുകളും ബിൽഡിങ്ങുകളും ഒക്കെ ആസ്വദിക്കുകയുണ്ടായി. ഇത് ബ്രിട്ടീഷ് കൊളംബിയയുടെ ഭാഗമാണ്. ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്നത് കാനഡയുടെ ഭാഗമാണ്. ഇത് വെറ്ററൻസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്മാരകമാണ്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഫാമിലീസിനെ വെൽക്കം ചെയ്യുന്നതായ അതിനെ ഹോണർ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നതായ ഒരു സ്റ്റാച്ചു ആണ്. കേവലം ചുരുക്കം മിനിറ്റുകൾ മാത്രമുള്ളതായ ഈ വീഡിയോയിൽ എല്ലാവരുടെയും പിക്ചേഴ്സൊന്നും വേണ്ടവണ്ണം ഇടുവാനായിട്ട് സാധിച്ചില്ല. അതുമാത്രവുമല്ല, പേഴ്സണലായിട്ടുള്ളതായ വളരെയധികം പിക്ചേഴ്സ് ഇടാതെ ഇരിക്കുവാനായിട്ടാണ് ഞാൻ സൂക്ഷിച്ചത്. സാധാരണ പൊതുവായിട്ടുള്ളതായ കാര്യങ്ങൾ ഒക്കെ ഇട്ടിട്ട് നമ്മളുടെ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് മാത്രം സൂക്ഷിക്കാനായിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ പിക്ചേഴ്സൊക്കെ ധാരാളം ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുമ്പോൾ ഇത് പൊതുവായിട്ട് എല്ലാവരെയും ഒന്ന് ഓർക്കുവാൻ വേണ്ടി ഒരു കാരണമായി തീരും എന്ന് വിശ്വസിക്കുന്നു. Before we go to the neighborhood, if my arm was like a clock, I would be saying 11 o'clock. I'd like to talk about the white building called the Smith Tower.
It was built by the Smith and Corona typewriter people in 1914. And when that building was built, it was the 4th tallest building in the entire world. Now, coming a little closer, also 11 o'clock position with my arm, the Brown Tower is a replica of the San Marco Piazza, Venice, Italy. That's the Amtrak King Street station. The Black Tower to the top, that's where we're going. And town officially ഒടുവിലായിട്ട് in 20 സിയാറ്റിലേക്ക് ഞങ്ങൾ seconds. മടങ്ങി വന്നപ്പോൾ സിയാറ്റിൽ Now there'll be a red കൂടെ dragon യാത്ര a ചെയ്തു. little closer to the street on our സിയാറ്റിലുള്ള left here. ബസ് യാത്ര അവിടെയുള്ളതായ സ്ഥലങ്ങളൊക്കെ കാണുവാനും എടുക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. സിയാറ്റിലുള്ളതായ ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ കമ്പനികൾ ഒക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്. ഇവിടെ ചൈനീസ് ആൾക്കാർ ധാരാളമുണ്ട്. ചൈനീസിൻ്റെ ഡ്രാഗൺസ് ഇങ്ങനെ സ്ട്രീറ്റുകളിൽ വെച്ചിട്ടുണ്ട്. അവരുടെ മോഡലുള്ളതായ ഒരു ബിൽഡിങ്ങാണ് ആ വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ചൈനീസ് ബിസിനസ്സും ചൈനീസ് ആൾക്കാരുമാണ് താമസിക്കുന്നത്. അവരുടെ ഏരിയയാണ്. അപ്പോൾ അവരുടെ ആ സ്ട്രീറ്റുകളിലൊക്കെ ആ ഡ്രാഗൺസിൻ്റെ ചിത്രം വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേകതയാണ്. അവിടെയുള്ള ഹൈറൈസ് ബിൽഡിങ്ങിൽ കയറിയതിന് ശേഷമായിട്ട് അതിൻ്റെ ചുറ്റുപാടുമുള്ളതായ ദേശങ്ങളുടെയൊക്കെ പടമെടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതായ ദൃശ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സിയാറ്റിലുള്ളതായ ബിൽഡിങ്ങാണ്. തിരിച്ചു വന്നപ്പോൾ അവിടെ കയറി സമയം ചെലവഴിക്കുകയും സിയാറ്റിലിൻ്റെ പല പ്രദേശങ്ങളൊക്കെ കാണുകയും ചെയ്യുന്നതിനുള്ളതായ സമയം ലഭിക്കുകയുണ്ടായി. എന്നിട്ട് വൈകിട്ടാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. സിയാറ്റിലിൽ വളരെയധികമായ ഉൾക്കടലുകളൊക്കെ ഉള്ളതുകൊണ്ട് വാണിജ്യത്തിന് വളരെ പ്രാധാന്യം അറിയിക്കുന്നതായ സ്ഥലമാണ്. അനേക കമ്പനികൾ ഒക്കെ ഇവിടെ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ആമസോൺ കമ്പനിയെ, അതുപോലെ തന്നെ സ്റ്റാർബക്സിൻ്റെ ആദ്യത്തെ സ്റ്റോർ അവിടെയാണ്. അതുപോലെ തന്നെ പല കമ്പനികളും അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ എയർലൈൻസ് വിമാനങ്ങൾ നിർമ്മിക്കുന്നതായ വലിയ പ്ലേസുകൾ അവിടെയുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് ഹൈറൈസിലുള്ളതായ ഇവിടെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിൻ്റെ പടങ്ങളാണ്. ഇത് ഡീറ്റെയിലായിട്ട് നോക്കേണ്ടവർക്ക് നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്.